നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ കറൻസി സ്വാപ്പ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി വന്നിരിക്കുന്ന കാരണം നമ്മൾ ഇന്നലെ വാർത്തകളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നതാണ്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വേളയിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ പരസ്പരം ഒപ്പുവെച്ചിരിക്കുന്നതാണ് ഈ കറൻസി സ്വാപ്പ് എഗ്രിമെന്റ് എന്ന് പറയുവാണെങ്കിൽ. ഇവിടെ മെയിൻലി ആ പേരിൽ തന്നെയുണ്ട് കറൻസീസിന്റെ സ്വാപ്പിംഗ് ആണ്. അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ ഒരു ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനിവേം ഈ ഒരു ടോപ്പിക്ക് ഇന്ത്യ മാൽദീവ്സ് റിലേഷൻഷിപ്പ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മോണിറ്ററി സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3ക്ക് തന്നെ വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി. അതിൽ സയൻസിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മെഡിസിൻ മേഖലയിലെ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടാണ് 2024 നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനാണ് മെയിൻലി ആ ഒരു 24 നോബൽ പ്രൈസിന് പുരസ്കാരം മെഡിസിൻ മേഖലയിൽ കിട്ടിയിരിക്കുന്ന mRNA-യുമായിട്ട് കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മീൻസ് mRNA എന്താന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കണം, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ദെൻ തേർഡ് ആർട്ടിക്കിളും സയൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ തന്നെയാണ്. ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക്സ് 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. അതിൽ ഓരോ ടൈപ്പുകളും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഏത് തരം ഡയബറ്റീസ് ആണെന്നുള്ളതും അതാണ് വാർത്ത വന്നിരിക്കുക. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടാറുള്ളതും അതിന് പ്രധാനമായുള്ള കാരണങ്ങൾ തുടങ്ങിയതൊക്കെ നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഏറ്റവും ലാസ്റ്റത്തെ ആർട്ടിക്കിളായിട്ട് നമുക്ക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ അത് തന്നെയാണ്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അഥവാ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതാണ് നമ്മുടെ IPC. കോമൺ ആയിട്ട് നമുക്ക് അറിയപ്പെടുന്നതാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിനെ ഒക്കെ നമ്മൾ പറഞ്ഞ റീഡിഫൈൻ ചെയ്തു അല്ലെ, അതിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ജൂലൈ 1 തൊട്ട് നമ്മൾ അതിന്റെ പേരൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് ഈ ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അതിലെ സെക്ഷൻ 63യുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു എക്സംഷനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട്. അതൊരു മാരിറ്റൽ റേപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ സെക്ഷൻ 63 BNS പറയുന്നത്. അപ്പോൾ അതിനകത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴേക്കും മെയിൻസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അവിടെ ഗവൺമെന്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് GS പേപ്പർ 2വിനകത്ത് ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സിന്റെ ഡിസ്കഷന് ശേഷം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിളിൽ നമുക്ക് ഒരു MCQ കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ മാൽദീവ്സുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹെഡ്ലൈൻ ഇതാണ്: With Maldives facing a forex crunch, India gives $750 million currency swap agreement എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വാർത്ത വായിക്കുമ്പോൾ അതിലെ കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ആ കീ വേർഡിനകത്തായിരിക്കും ആ വാർത്തയുടെ മെയിൻ എന്താ പറയുക അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ കീ വേർഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻലി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു കീവേഡാണ് ഈ ഫോറക്സ് എന്ന് പറയുന്നത്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ഫോം ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ ഫോറക്സ് റിസർവ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും അറിയപ്പെടാറുള്ളത്. ഇവിടെ ഫോറക്സ് എന്ന് വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളതിന്റെ പേരിലാണ്. നമ്മൾ എന്തിനാണ് ഇപ്പൊ ഇന്ത്യക്കാണെങ്കിലും വലിയൊരു എന്താ പറയുക ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്. RBIയുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇന്ത്യക്കാണെങ്കിലും ഉണ്ട്. അതിനകത്ത് മെയിൻലി ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളുടെ കറൻസീസ് ആണ്. നമ്മൾ മെയിൻലി ട്രേഡ് നടത്തുന്ന വിദേശ രാജ്യങ്ങളുടെ കറൻസീസ് ആണ്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഡോളറിന്റെ ടേംസ് അതിനകത്ത് ഉണ്ടാവും, യൂറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷിന്റെ പൗണ്ട്, then ഈ പറഞ്ഞ പോലെ ചൈനീസ് റെൻമിൻബി, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജാപ്പനീസ് യെൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു റിസർവ്. കൂടുതലും ഇതിന്റെ കണക്കുകൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഇത്ര രൂപയുടെ ശേഖരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിടുന്നത് ഡോളറിന്റെ ടേംസിലാണെന്നുള്ളൂ. കൂടുതൽ ഈ പറഞ്ഞ പോലെ മേജർ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ കറൻസീസ് ആ വിദേശ നാണ്യ ശേഖരത്തിനകത്ത് അല്ലെങ്കിൽ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനകത്ത് കാണാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നേക്കാം, എന്തിനാണ് ഇങ്ങനെ രാജ്യങ്ങൾ അവരവരുടെ രീതിയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹോൾഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കറൻസി ഉണ്ട്, ഇന്ത്യൻ റുപ്പി അഥവാ INR എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കറൻസി ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ കറൻസി നമുക്ക് ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിത്തിൻ ഇന്ത്യ പർപ്പസിന് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് നടന്ന ഏതെങ്കിലും ട്രേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസസ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട് ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ വിദേശ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രാവൽ പോവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കാനായിട്ട് പരിമിതികളുണ്ട്. നമ്മളുമായിട്ട് അത്രയും ക്ലോസിൽ നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ബട്ട് ഏറെക്കുറെ രാജ്യങ്ങളിൽ നമുക്കത് പറ്റത്തില്ല. അപ്പൊ അവിടങ്ങളിലൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കറൻസി വേണം. അങ്ങനെ നമ്മൾ എല്ലാ രാജ്യങ്ങളും ഒരു കോമൺ ഇന്റർനാഷണൽ കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡോളറിനെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഡോളർ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കറൻസി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കറൻസി എന്നുള്ള രൂപത്തിലൊക്കെ തന്നെ അറിയപ്പെടാറുള്ളത്. ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഡോളറിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാനായിട്ടൊക്കെ തന്നെ സാധിക്കും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ആ രാജ്യത്ത് ഡോളർ കൊണ്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവിടുത്തെ ലോക്കൽ കറൻസി ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനെങ്കിലും സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടങ്ങളിൽ
രാജ്യങ്ങൾ എല്ലാവരും കീപ്പപ്പ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. അതാണ് നമ്മൾ എക്കണോമിക്സിന്റെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയും. ഇന്ത്യയുടെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ, ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ട്. വിച്ച് മീൻസ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു ടൈം പീരിയഡിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ട് എത്രത്തോളം രൂപയുടെയാണോ ട്രേഡ് നടക്കുന്നത്, ആ ട്രേഡ് ഒക്കെ നടത്തിയിട്ടുള്ള ആകെ മിച്ചം ഒക്കെ തന്നെ എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ മൊത്തം കണക്കുകൾ എഴുതി വെക്കുന്ന ഒരു രജിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ആ പേരിൽ ബാലൻസ് വരാൻ കാരണം ഈ ട്രേഡുകളെല്ലാം അവസാനിച്ചതിന് ശേഷം എന്താണ് അവസ്ഥ, ഏതർ സർപ്ലസ് ആണോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ എന്ന് പറയുന്നതാണ് ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് കണക്കുകളിൽ ലാസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഇവിടങ്ങളിൽ നമ്മൾ പഠിക്കുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു രാജ്യത്തിന് നെഗറ്റീവ് ആണെങ്കിൽ, വിച്ച് മീൻസ് ഡെഫിസിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ഡെഫിസിറ്റ് എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുത്തായിരിക്കും വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ RBIയുടെ ഒക്കെ തന്നെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്ന് എടുത്താണ് വെക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഓരോ രാജ്യങ്ങളും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാവണം നിർബന്ധമില്ല. എപ്പോഴാണ് നമുക്ക് എപ്പോഴും കൂടുതൽ സർപ്ലസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ്. കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ അവർക്ക് സർപ്ലസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. മിച്ചമായിരിക്കും, അവരുടെ കയ്യിൽ മിച്ചമായിരിക്കും ട്രേഡ് ഒക്കെ നടത്തിയിട്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യം നമുക്കറിയാം ഇമ്പോർട്ടിംഗ് കൺട്രിയാണ്. കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന രാജ്യമാണ്. ഇവിടുന്ന് കയറ്റുമതി ഉണ്ടെങ്കിൽ കൂടിയും അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുമ്പോഴേക്കും ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഡെഫിസിറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയെങ്കിലും ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യാനായിട്ടാണ്, മീൻസ് നമുക്ക് ഒരു രാജ്യത്തിന് പൈസ കൊടുക്കാതെ സാധനം വാങ്ങാൻ പറ്റത്തില്ല. അതിൽ തന്നെ ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള രാജ്യമാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെ ആ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിട്ടായിരിക്കും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പൈസ കൊടുക്കാതെ സാധനം മേടിക്കാൻ പറ്റത്തില്ല, നമ്മുടെ രാജ്യം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രൈസിസ് വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഈ ക്രൈസിസ് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രൈസിസ് സമയങ്ങളിൽ സംരക്ഷിക്കാനായിട്ടാണ് ആ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ ഇത്തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹോൾഡ് ചെയ്യുന്നത്. അതിനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യും. അതായത് വിദേശ രാജ്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ വലുപ്പത്തിനനുസരിച്ച് അത്രയും തന്നെ ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ RBIയുടെ കയ്യിൽ 100 കോടി രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ട് ട്രേഡ് നടത്തി കഴിയുമ്പോഴേക്കും ഡെഫിസിറ്റ് ആയിട്ട് 100 കോടി രൂപ വരെ വന്നാലും നമുക്ക് RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്ന് അത് എടുത്ത് അതിനകത്ത് ഉപയോഗിച്ചത് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വാട്ട് ഇഫ് ഈ പറഞ്ഞ പോലെ നമ്മുടെ RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനേക്കാൾ കൂടിയ ഒരു തുക നമുക്ക് ഡെഫിസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പൊതുവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സഹായത്തിനായിട്ട് IMFനെ സമീപിക്കാറുള്ളത്. രാജ്യങ്ങൾ ഈ പറഞ്ഞ IMFനെ സമീപിക്കാറുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, IMFനെ സമീപിക്കുന്നത് നമ്മൾ ആദ്യമേ കയറി സമീപിക്കത്തില്ല. ബിക്കോസ് IMFിൽ നിന്ന് ലോണൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ലോൺ എടുത്തു കഴിഞ്ഞാൽ പോലും IMF പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ഇന്ത്യ 1991 IMFനെ സമീപിച്ചു. അന്ന് നമ്മൾ എടുത്ത അല്ലെങ്കിൽ IMF പറഞ്ഞു തന്ന കറക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ന്യൂ എക്കണോമിക് റിഫോംസ് ആയിട്ട് നമ്മൾ എക്കണോമിയിൽ വരുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചാടിക്കേറി ആദ്യമേ തന്നെ രാജ്യങ്ങൾ IMFിന്റെ അടുത്തേക്ക് പോകത്തില്ല. കഴിവതും വേറെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ പൈസ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ശ്രമിക്കും. ഇപ്പൊ നിലവിലെ മാൽദീവ്സിനാണെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലൊരു ക്രൈസിസ് ആണ്. വിച്ച് മീൻസ് അവരുടെ ഈ പറഞ്ഞ പോലെ വരുമാനം നല്ല രീതിയിൽ കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വരുമാനം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമാനം കിട്ടുമ്പോഴാണ് നമ്മുടെ ഫോറിൻ കറൻസി റിസർവ് ഒക്കെ തന്നെ ഉയരുന്നത്. ഇവിടെ നമുക്കറിയാം, കുറച്ചൊന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഇന്ത്യക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ, ശരിക്കും പറഞ്ഞാൽ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ മാൽദീവ്സിന്റെ കറന്റ് ഇപ്പോൾ ഉള്ള ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മുഹമ്മദ് മൊയ്സു എന്നുള്ള പ്രസിഡന്റ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അധികാരത്തിൽ ഏറിയത് പോലും. എല്ലാ അർത്ഥത്തിലും ഇന്ത്യ മാൽദീവ്സിൽ നിന്നും മാറ്റണം എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും കുറച്ച് നാൾ മുമ്പ് നടന്ന കുറെ സംഭവ വികാസങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മാൽദീവ്സ് ഈ പറഞ്ഞ പോലെ നമുക്കെതിരായിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്കാണല്ലോ അതിന്റെ പ്രതിഷേധങ്ങൾ വരികയും, പ്രധാനമായിട്ടും മാൽദീവ്സ് എന്നുള്ള രാജ്യത്തിന്റെ വരുമാനം നമുക്കറിയാലോ, അവരുടെ ടൂറിസമാണ് മെയിൻലി നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളിലൊക്കെ തന്നെ വരവ് നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടൂറിസം മേഖലയിൽ നിന്നൊക്കെ വരുമാനം കുറഞ്ഞതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, എന്നാലും ഒരു പരിധി വരെ പറയുവാണെങ്കിൽ ഈ മാൽദീവ്സ് ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറൻസി ക്രൈസിസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഈ പറഞ്ഞ പോലെ മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നതും. കാരണം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോറൽ പോകാതെ പോലും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ആവശ്യം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർക്കുണ്ട്? മാൽദീവ്സിനുണ്ട്. അത് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്ടീവ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാൽദീവ്സിന്റെ പ്രസിഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററും അതുപോലെ പ്രസിഡന്റും നേരിട്ടെത്തി അദ്ദേഹത്തിനെ സ്വീകരിച്ചു. രാഷ്ട്രപതി ഭവനിൽ നേരിട്ട് രണ്ടുപേരും കൂടിയാണ് അദ്ദേഹത്തെ
അദ്ദേഹത്തിനെയും ഈ പറഞ്ഞ പോലെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സ്വീകരണ പരിപാടികൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇന്ത്യക്ക് അത്രത്തോളം അടുപ്പം അല്ലെങ്കിൽ ഇന്ത്യക്ക് അത്രത്തോളം ആവശ്യം അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ അങ്ങോട്ട് തിരിച്ചും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോഴേക്കുമാണ് ഈ രണ്ട് വ്യക്തികളും പ്രൈം മിനിസ്റ്ററും അതുപോലെ പ്രസിഡന്റും ഒക്കെ തന്നെ നേരിട്ട് രാജ്ഭവനിൽ ഇവരെ സ്വീകരിക്കുന്നൊക്കെ തന്നെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്ററോ അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വീകരിക്കുന്നുണ്ടാവുക. ഇവിടെ മാൽഡീവ്സ് പോലുള്ള ചെറിയ രാജ്യത്തിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇന്ത്യ വന്നപ്പോഴേക്കും ഈ രണ്ടുപേരും നമ്മൾ ഈ പറഞ്ഞ നേരിട്ട് രാജ്ഭവനിൽ സ്വീകരിക്കാൻ എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാര്യവും വേറൊന്നുമല്ല, ഇന്ത്യൻ ഓഷനിൽ പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു മാരിടൈം നെയ്ബർ, ലാൻഡ് നെയ്ബർ അല്ല എങ്കിലും മാരിടൈം നെയ്ബർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മാൽഡീവ്സ് എന്ന് പറയുവാണെങ്കിൽ. ആ മാൽഡീവ്സ് നമ്മുടെ ഇന്ത്യൻ ഓഷന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യൻ ഓഷനിൽ ഒരു ബിഗ് ബ്രദർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. അതായത് അനിയൻ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ക്ഷമിക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബിഗ് ബ്രദർ കൺസെപ്റ്റ് നമുക്ക് ഇന്ത്യയുടെ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നുള്ള പോളിസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് നമുക്ക് ഇന്ത്യക്ക് ചുറ്റും ഒരു മാല പോലെ ചൈനയുടെ ഒരു ഈ പറഞ്ഞ പോലെ ആക്രമണം അല്ലെങ്കിൽ ചൈനയുടെ ഒരു ഹബ്ബ് ബേസിക്കലി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി. ആ സ്ട്രിംഗ് ഓഫ് പേൾസിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രിംഗ് ആണ് ആര് മാൽദീവ്സ് എന്ന് പറയുവാണെങ്കിൽ. സോ ഈ മാൽദീവ്സ് കൂടി ചൈനയോട് അടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി സെക്യൂരിറ്റി കൺസേൺസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ മാൽദീവ്സിന്റെ ഒരു ഭരണാധികാരി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ നമ്മൾ അതിന് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ കാരണങ്ങളും ഇതൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. എനിവേ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും കാര്യങ്ങൾ. എനിവേ ഇതിനകത്ത് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കറൻസി ക്രൈസിസ് ഉണ്ടാകുക. അതിനെ പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സ്. അതായത് ഇവിടെയാണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കും, കറൻസി സ്വാപ്പ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരാറിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ അവ തമ്മിൽ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മറ്റൊരു കറൻസി ഉപയോഗിച്ചിട്ടായിരിക്കും സഹായം നൽകുന്നത്. ഈ രണ്ട് രാജ്യങ്ങളിലെയും ലോക്കൽ കറൻസീസ് ആകണം നിർബന്ധമില്ല. ഇവിടെയാണ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ മാൽദീവ്സിന് സഹായം കൊടുക്കുന്നു. ആ സഹായം കൊടുക്കുന്നത് ഏകദേശം $750 മില്യൺ സഹായം കൊടുക്കുന്നു. അത് US ഡോളറിന്റെ രൂപത്തിലാണ് കൊടുക്കുന്നത്. ബിക്കോസ് മാൽദീവ്സിന് ഇപ്പൊ ആവശ്യമുള്ളത് ഇന്ത്യൻ കറൻസിയോ മാൽദീവിയൻ കറൻസിയോ അല്ല അവർക്ക് ആവശ്യമുള്ളത്. അവർക്ക് നിലവിൽ ആവശ്യമുള്ള ഏത് കറൻസിയാണ്? ഡോളറാണ് അവർക്ക് ആവശ്യമുള്ളത്. സോ ആ ഡോളറിന്റെ ടേംസ് നമ്മൾ കടം കൊടുക്കുന്നു. പിന്നീട് ഇത് തിരിച്ചടയ്ക്കുന്നത് അവർക്ക് ഓക്കെ എങ്കിൽ ചിലപ്പോൾ അത് ഡോളറിന്റെ ടേംസിൽ തന്നെ ആയിരിക്കും തിരിച്ചടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ വേറൊരു കറൻസിയുടെ രൂപത്തിൽ, അന്ന് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ മാൽദീവിയൻ കറൻസി ആകാം അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി ആകാം, വേറൊരു കറൻസിയുടെ രൂപത്തിലായിരിക്കാം ഇത് വേണമെങ്കിൽ തിരിച്ചടയ്ക്കുന്നത്. എനിവേ ഇങ്ങനെ ഇത് കൊടുക്കുന്ന കാരണം തന്നെ മാൽദീവ്സിന് അത് കൃത്യമായിട്ടുള്ള സഹായമായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, സാധ്യതയുണ്ട്. സോ ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റ് കറൻസീസിനെ ഒഴിവാക്കാനായിട്ടൊക്കെ ക്രൈസിസിനെ ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള കറൻസി സ്വാപ്പ് എഗ്രിമെന്റുകൾ ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കും. ദെൻ ഈ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഇപ്പൊ നമ്മൾ മാൽദീവ്സിന് കൊടുത്തിരിക്കുന്നത് സാർക്ക് കറൻസി സ്വാപ്പ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഈ സാർക്ക് കറൻസി സ്വാപ്പ് ഫെസിലിറ്റി എന്ന് പറയുന്നത് സാർക്ക് രാജ്യങ്ങൾക്കിടയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കറൻസി സ്വാപ്പ് ഫെസിലിറ്റീസ് ആണ്. ഇത് 2012 നവംബർ 15 നമ്മൾ ഇത് ഉദ്ഘാടനം ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന $2 ബില്യൺ വരെ ഈ പറഞ്ഞ പോലെ കൊടുക്കാനായിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ട്. അതിനകത്ത് അത്രയും കൊടുത്തില്ല. ഇപ്പൊ 750 ബില്യൺ സാർക്ക് രാജ്യങ്ങൾ ആർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള ഫണ്ടാണ് ഇത്രയും കാര്യം. അതിൽ നിന്നാണ് $750 മില്യൺ ആണ് ഇപ്പോൾ നമ്മൾ മാൽദീവ്സിന് കൊടുത്തിരിക്കുന്നത്. ഈ സ്വാപ്പ് എഗ്രിമെന്റിന് നമ്മൾ കൊടുക്കുന്നത് either US ഡോളർ ആയിരിക്കും, അല്ലെങ്കിൽ യൂറോ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് US ഡോളറിന്റെ ടേംസിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഫെസിലിറ്റി സാർക്കിലെ എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി ഇതുപോലെ ഇപ്പൊ നമ്മൾ സാർക്കിന്റെ ഫണ്ട് കണ്ടു. ഇതുപോലെ തന്നെ ഇന്ത്യ കറൻസി സ്വാപ്പ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിരിക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ടുണ്ട്. ഒന്ന് ജപ്പാനുമായിട്ടും രണ്ട് ശ്രീലങ്കയായിട്ട് ഈ ഇടയ്ക്ക് പറഞ്ഞു ശ്രീലങ്കയ്ക്ക് ഇതുപോലെ ബാലൻസ് പേയ്മെന്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കറൻസി സ്വാപ്പ് എഗ്രിമെന്റിലൂടെ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഡോളറാണ് കടം കൊടുത്തത്. എന്നിട്ട് തിരികെ അടയ്ക്കാൻ നേരം ശ്രീലങ്കയോട് പറഞ്ഞത് നിങ്ങളത് ശ്രീലങ്കൻ കറൻസിയിൽ തന്നെ തിരികെ തന്നാൽ മതി എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിനകത്ത് സാർക്ക് രാജ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സാർക്ക് രാജ്യങ്ങൾ ഇപ്പോൾ സാർക്ക് എന്നുള്ള കൂട്ടായ്മ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് 8 ഡിസംബർ 1985 ധാക്ക ബംഗ്ലാദേശിലാണ് വെച്ചിട്ടാണ് ഇതിന്റെ യോഗം കൂടി തീരുമാനമെടുത്തത്. പക്ഷെ ഇതിന്റെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണെന്നുള്ള കാര്യം ഓർക്കുക. സാർക്ക് രാജ്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുന്ന ഫിലിംസിന് ആവശ്യമായിട്ട് വന്നേക്കാം. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ഇത്തരം രാജ്യങ്ങളാണ് നമുക്ക് സാർക്കിന് മെമ്പർ കൺട്രീസ് ആയിട്ടുള്ളത്. ഇവയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യയിലെ ജനങ്ങളുടെ വെൽഫെയർ ആണ് സാർക്ക് എന്നുള്ള കൂട്ടായ്മയുടെ ഒബ്ജക്റ്റീവ് ആയിട്ടും പരിഗണിക്കപ്പെടുന്നത്. ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇതാണ് നോബൽ പ്രൈസിന്റെ കാര്യം. മെഡിസിനിലെ നോബൽ പ്രൈസ് 2024 കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ പോലെ രണ്ട് വ്യക്തികൾക്കാണ്. വിക്ടർ ആംബ്രോസിനും ഗാരി റുക്വാനുമാണ് ഈ പറഞ്ഞ പോലെ മെഡിസിനിലെ നോബൽ പ്രൈസ് 2024 കൊടുത്തിരിക്കുന്ന കാര്യം ഓർക്കാം. എന്തിനാണ് കൊടുത്തിരിക്കുന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഫോർ ദ ഡിസ്കവറി ഓഫ് മൈക്രോ RNA ഓർ mRNA. mRNAയുടെ കണ്ടുപിടുത്തം അഥവാ മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് ഈ രണ്ട് വ്യക്തികൾക്കും ഈ പറഞ്ഞ പോലെ മെഡിസിനിലെ നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ആക്ച്വലി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ
അതിന് മുമ്പത്തെ വർഷമല്ല ഇവർ ഈ മൈക്രോ ആറിനെ കണ്ടുപിടിക്കുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ 10 ഈ പറഞ്ഞ പോലെ 1993 20 വർഷങ്ങൾക്ക് മുമ്പാണ്. സോറി കേട്ടോ, 10 20 വർഷങ്ങൾക്ക് മുമ്പാണ്, 1993 ഈ ഒരു വിക്ടർ ആംബ്രോസും അതുപോലെ ഗാരി റുക്വാനും mRNA ജീൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ്ലി കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു കണ്ടുപിടുത്തത്തിന്റെ എഫക്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് അവർ ആ കണ്ടുപിടിച്ചതിന്റെ ഒരു വലിയൊരു മാറ്റമാണ് നമ്മുടെ ഇന്ന് ഈ മെഡിക്കൽ മേഖലയിലൊക്കെ തന്നെ പലതരം തെറാപ്പികളിലൊക്കെ തന്നെ കണ്ടുവന്നിരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു സവിശേഷത പരിഗണിച്ചിട്ടാണ് അത് അവർക്ക് ഈ പറഞ്ഞ പോലെ 24-ന് നോബൽ മെഡിസിൻ പുരസ്കാരം കൊടുത്തിരിക്കുന്ന കാര്യം ഓർക്കാം. ഇവിടെ നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്ടീവ്, ഇതൊരു പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് ആർട്ടിക്കിൾ ആണ്. പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ എന്താ ഈ മൈക്രോ ആർഎൻഎ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മൾ പ്രോട്ടീൻസ് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ബേസിക് ഈ പറഞ്ഞ ലൈഫ്, ഈ പറഞ്ഞ പോലെ ബേസിക് സ്ട്രക്ചർ ഓഫ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നില്ല പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ഈ മൈക്രോ ആർഎൻഎ എന്ന് പറയുന്നത്. പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നവയാണ് മൈക്രോ ആർഎൻഎ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ, ഈ പ്രോട്ടീനുകളുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ക്യാൻസർ പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയബറ്റിക്സ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ നമ്മുടെ mRNA-യുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. വിച്ച് മീൻസ് ഇന്റേൺ mRNA-യുമായിട്ട് റിലേറ്റഡ് ആണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ, അവയുടെ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ തെറാപ്പികൾ, നിലവിൽ ഈ പറഞ്ഞ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള തെറാപ്പികൾ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയത് ഈ mRNA-യുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ഈ മേഖലയിലെ അസുഖങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് മരുന്നുകളൊക്കെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർക്ക് നോബൽ പ്രൈസിന്റെ 2024 കൊടുത്തിരിക്കാനുള്ള കാര്യം കൂടി ഇന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ മനസ്സിലാക്കുക മൈക്രോ ആർഎൻഎ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് വ്യക്തികൾക്കാണ്, വിക്ടർ ആംബ്രോസിനും ഗാരി റുക്വാനുമാണ് മെഡിസിൻ നോബൽ പ്രൈസ് 2024 കിട്ടിയിരിക്കുന്ന കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ. ഷോർട്ട് ആർട്ടിക്കിൾ ആണ്, ഫിലിം സ്പേസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. അടുത്തതും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ഫിലിം സ്പേസ് തന്നെയാണ്. അൾട്രാ പ്രോസസ്ഡ് ഫാസ്റ്റ് ഫുഡ് ലീഡിംഗ് കോസ് ഓഫ് ഡയബറ്റിക്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡയബറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നു. ഈ ഡയബറ്റിക്സ് 2 ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആക്ച്വലി എന്താണ് ഡയബറ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രോണിക് ഡിസീസ് ആണ്. നമ്മുടെ പാൻക്രിയാസിനെ അഫക്ട് ചെയ്യുന്ന ഒരു തരം ഡിസീസ് ആണ്. ഇത് വന്നു കഴിയുമ്പോഴേക്ക് 2 രീതിയിലാകാം. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പാൻക്രിയാസിന് നോ ലോങ്ങർ മേക്ക് ഇൻസുലിൻ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഹോർമോൺ ആണ് ദാറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഡിസീസ് ആണ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് 1 ആണെങ്കിൽ പാൻക്രിയാസിന് നോ ലോങ്ങർ മേക്ക് ഇൻസുലിൻ, പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാകത്തില്ല. അതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ ആ ഉണ്ടാകുന്ന ഇൻസുലിൻ കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ബ്ലഡ് ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല, മേക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡയബറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട്, ഈ ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് പോരാ, നമ്മുടെ ഈ ബ്ലഡ് ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാനായിട്ട് അത്ര ഇൻസുലിൻ പോരാ. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും ഏതുതരം ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണ് ഇന്ത്യയിൽ ഏറ്റവും 95% ഡയബറ്റിക്സ് വ്യക്തികളിലുള്ളതും ടൈപ്പ് 2 ആണ്. ഈ ടൈപ്പ് 1 ഡയബറ്റിക്സ് ആണ് പൊതുവിൽ പറഞ്ഞ് നമ്മുടെ ഈ എന്താ പറയാ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ജനറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയാറില്ലേ, അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഡയബറ്റിക്സ് ആണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഈ പറഞ്ഞ ആഹാര ശീലങ്ങൾ, മീൻസ് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് എക്സസൈസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം ഈ വാർത്തയിൽ കണ്ട പോലെ ജങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക്സ് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല എന്നല്ല കേട്ടോ, എന്നാലും കൂടുതലും ഈ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ്. ടൈപ്പ് 1 ആണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോരുന്ന ഡയബറ്റിക്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഓവർ ആയി കഴിഞ്ഞാൽ, ഡയബറ്റിക്സ് ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും വേരിയസ് ഓർഗൻസിനെ വരെ ഈ പറഞ്ഞ പോലെ അഫക്ട് ചെയ്യാനുള്ള ചാൻസുകളാണ്. ഈവൻ ബ്ലൈൻഡ്നെസ്, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ലോവർ ലിംബ് ആംപ്യൂട്ടേഷൻ, ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ ഡയബറ്റിക്സിന്റെ അമിതമാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്ക് കേട്ടോ. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റിക്സിന്റെ പ്രത്യേകത എന്താണ്? ഇൻസുലിൻ പാൻക്രിയാസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ ആ ഇൻസുലിൻ കൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. പാൻക്രിയാസ് ഇൻസുലിൻ ജനറേറ്റ് ചെയ്യാത്തതാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്നുള്ള കാര്യം മറക്കാതെ ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്താണ് ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ്, നമ്മുടെ മെയിൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. അൺപാക്കിംഗ് ദ സെൻഡേഴ്സ് അഫിഡവിറ്റ് ഓൺ മാരിറ്റൽ റേപ്പ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കും.
എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് മനസ്സിലാകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 63 ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം ആ ആർട്ടിക്കിൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. ശരി, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. സെക്ഷൻ 63 ഓഫ് BNS എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഔട്ട്ലൈൻസ് എ ലീഗൽ ഡെഫിനേഷൻ ഓഫ് എ റേപ്പ് ഡീറ്റെയിലിംഗ് വേരിയസ് ഫോംസ് ഓഫ് സെക്ഷൽ വയലേഷൻസ് ഇൻക്ലൂഡിംഗ് പെനിട്രേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ബോഡി. അതായത് നമ്മുടെ റേപ്പിന്റെ ലീഗൽ ഡെഫിനേഷൻ നൽകുന്ന വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 63 എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ഫോമിലുണ്ട്, ഏതൊക്കെ സെക്ഷൽ വയലേഷൻസ് ആണെന്നുള്ള കാര്യം അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ് സ്പെസിഫൈസസ് കണ്ടീഷൻ അണ്ടർ വിച്ച് ദീസ് ആക്ട്സ് ആർ കൺസിഡർഡ് റേപ്പ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ നടക്കുന്നതാണ് റേപ്പ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ആക്ടിനകത്ത് അല്ലെങ്കിൽ ഈ സെക്ഷനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ലാക്ക് ഓഫ് കൺസെന്റ്, കൊയേഷൻ, ഡിസെപ്ഷൻ ഓർ ഇൻകപ്പാസിറ്റി ടു കൺസെന്റ്. ഇതിനെല്ലാം വേണമെങ്കിൽ എങ്ങനെ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്? റേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സെക്ഷൻ 63 ഓഫ് BNSനകത്ത് ഒരു എക്സംഷൻ പറയുന്നുണ്ട്. എക്സംഷൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതിനകത്ത് വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് ഓർ സെക്ഷൽ ആക്ട്സ് ബൈ എ മാൻ വിത്ത് ഹിസ് ഓൺ വൈഫ് പ്രൊവൈഡഡ് ദ വൈഫ് നോട്ട് ബീങ് അണ്ടർ 18 years ഓഫ് ഏജ് ഈസ് നോട്ട് റേപ്പ് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അതാണ് നമ്മൾ മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മാരിറ്റൽ റേപ്പിനെ ഈ ഒരു സെക്ഷൻ 63 ഓഫ് BNS പ്രകാരം എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നോർമലി ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ എബോവ് 18 years ഓഫ് ഏജ് ആണെങ്കിൽ, ആളീ പറഞ്ഞ പോലെ രണ്ടുപേര് അവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ മാരീഡ് അല്ല എങ്കിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ വിത്ത് ലാക്ക് ഓഫ് കൺസെന്റോ കൊയേഷനോടെയോ ഡിസെപ്ഷനോ ഇൻകപ്പാസിറ്റി കൺസെന്റോ സാഹചര്യങ്ങളിലാണെങ്കിൽ വേണമെങ്കിൽ ആൾക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? റേപ്പിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ആസ് പെർ സെക്ഷൻ 63 BNS പ്രകാരം കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് ഏത് പ്രകാരം കേസ് കൊടുക്കാൻ പറ്റത്തില്ല? സെക്ഷൻ 63 ഓഫ് BNS പ്രകാരം കേസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി ഈ ഇടയ്ക്ക് ഒരു കേസ് പോയതിന്റെ കാര്യം ഇങ്ങനെയുള്ള വ്യത്യാസം, അതായത് മാരേജ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ ഒരു റേപ്പിന് പേരിൽ കേസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് മാരീഡ് വുമണിനെ ഇന്നിക്വാളിറ്റി ഫേസ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 14 പ്രകാരം മാരീഡ് വുമണും അൺമാരീഡ് വുമണും തമ്മിൽ ഇന്നിക്വാളിറ്റിയുടെ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. ആ കേസ് ഫയൽ ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസിന് ഈ പറഞ്ഞ പോലെ അഫിഡവിറ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എതിർഭാഗം മീൻസ് ഗവൺമെന്റിനെ എതിരാക്കിയാണല്ലോ ഫയൽ ചെയ്തിട്ടുണ്ടാവുക. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ വന്ന ഒരു എന്താ പറയുക അറിയിപ്പാണ്. മീൻസ് ഈ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് മെയിൻലി ആ ഒരു എന്താ പറയുക ഇന്നിക്വാളിറ്റി കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയാം. മീൻസ് ഇന്നിക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തു. അതിനെതിരായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത വാദമാണ് ഇവിടെ നമുക്ക് ആ ഒരു ഇന്നിക്വാളിറ്റി കാണാൻ സാധിക്കത്തില്ല. മാരീഡ് വുമണിനും അൺമാരീഡ് വുമണിനും തമ്മിലുള്ള ആ ഒരു ഇന്നിക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫാക്ടം ഓഫ് മാരേജ് എന്നുള്ളൊരു കോഴ്സിൽ ഈ പറഞ്ഞ ഇറ്റ് ഈസ് ആർഗ്യൂഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ കണ്ടിന്യൂയിങ് എക്സ്പെക്ടേഷൻ ഓഫ് റീസണബിൾ സെക്ഷൽ അസസ് വിച്ച് ഇസ് ആബ്സെന്റ് ഇൻ കേസ് ഓഫ് സ്ട്രേഞ്ചർ ഓർ ഓഫ് ആൻ അനദർ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു മാരേജ് എന്നുള്ളൊരു ബന്ധത്തിനകത്ത് ആ ഒരു എന്താ പറയാ ആ ഒരു സിസ്റ്റത്തിനകത്ത് ബേസിക്കലി പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂയിങ് എക്സ്പെക്ടേഷൻ ഓഫ് റീസണബിൾ സെക്ഷൽ ആക്സസ് ഉണ്ടെന്നുള്ള കാര്യവും അത് ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ മാരേജിലൂടെ കണക്ട് ചെയ്യപ്പെടാത്ത ഒരു രണ്ട് വ്യക്തികൾക്കിടയിൽ ആ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പെക്ടേഷൻ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത വ്യക്തികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ സെക്ഷൻ 63 ഓഫ് BNS ഉപയോഗിച്ച് റേപ്പിനെതിരായിട്ട് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എവിടെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് മാരേജിലൂടെ ബന്ധപ്പെട്ട രണ്ട് വ്യക്തികൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു സെക്ഷന്റെ വകുപ്പുകൾ കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. ബിക്കോസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വകുപ്പിനെ ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകാം. ബിക്കോസ് ആ ഒരു മാരേജിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ കൺസെൻഷ്യൽ ആയിട്ട് മുന്നോട്ട് പോയി പിന്നീട് ഈ പറഞ്ഞ പോലെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിട്ട് പാർട്ണർ ഈ പറഞ്ഞ പോലെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകാം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു മാരിറ്റൽ റേപ്പിനെ ഈ ഒരു സെക്ഷൻ 63 ഓഫ് BNSനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, അത് എക്സ്ക്ലൂഡ് ചെയ്ത് തന്നെ നിർത്തണമെന്ന് കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി എക്സാം റിലേറ്റഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്താണ് സെക്ഷൻ 63 ഓഫ് BNS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻലി റേപ്പിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നു. അതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളാണ് റേപ്പായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നത്. കൺസെന്റ് ഇല്ലായ്മ, കൊയേഷൻ, ഡിസെപ്ഷൻ ഓർ ഇൻകപ്പാസിറ്റി കൺസെന്റ് ഒക്കെ തന്നെ ആ സാഹചര്യത്തിൽ റേപ്പായിട്ട് കണക്കാക്കാൻ സാധിക്കും. പക്ഷെ നിലവിലെ സെക്ഷൻ 63 പ്രകാരം എക്സംഷൻ ഉണ്ട്. അതിനകത്താണ് പറഞ്ഞ മാരിറ്റൽ റേപ്പ് എക്സംഷൻ പറയുന്നത്. സെക്ഷൽ ഇന്റർകോഴ്സ് ഓർ സെക്ഷൽ ആക്ട്സ് ബൈ എ മാൻ വിത്ത് ഹിസ് ഓൺ വൈഫ്, ദ വൈഫ് നോട്ട് ബീങ് അണ്ടർ 18 years ഓഫ് ഏജ് ഇസ് നോട്ട് എ റേപ്പ് എന്നുള്ള പറയുന്നതും സെക്ഷൻ 63 ഓഫ് BNSന്റെ എക്സംഷൻ 2 പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഫർദർ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് കേസ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫൈനൽ വെർഡിക്റ്റും കാര്യങ്ങളും വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പത്രങ്ങളിൽ ഈ കാര്യം കാണാനായിട്ട് സാധിക്കും. അന്നേരം ഈ ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ തന്നെ ആ ഒരു വാർത്ത പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു.
ചോദിച്ചോളൂ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ച ഡയബറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്, ABCD 4 ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്